ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. സൂപ്പർ ഹീറോ സിനിമകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഈ മാർവൽ അവരുടെ കോമിക്സ് സിനിമയാക്കി സൂപ്പർ ഹീറോ മൂവികൾ ഒരു വേറെ ലെവലിലേക്ക് എത്തിച്ച് നിർത്തിയിരിക്കുകയാണ്. അതായത് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെ അവരുണ്ടാക്കി. അതിലിപ്പോൾ മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അവർ നടത്തിയിരിക്കുന്നത്. അതിലുള്ള ഒരു സൂപ്പർ ഹീറോ ആണ് സ്പൈഡർമാൻ. എന്നാൽ അതിനു മുമ്പേ തന്നെ സ്പൈഡർമാൻ സിനിമകൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ 3 ആക്ടേഴ്സ് സ്പൈഡർമാൻമാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദി OG സ്പൈഡർമാൻ ടോബി മഗ്വയർ. സ്പൈഡർമാൻ മൂവി ആദ്യമായിട്ട് വന്നത് ടോബി മഗ്വയർ സ്പൈഡർമാനായിട്ടാണ്. അത് കഴിഞ്ഞ് അമേസിംഗ് സ്പൈഡർമാനിൽ ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാനായി. അതിനുശേഷം MCUവിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ സ്പൈഡർമാനാണ് ടോം ഹോളണ്ട്. ഇതിലിപ്പോ നിങ്ങളോട് ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേരുടെയും പേര് പറയുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്പൈഡർമാൻ എന്ന നിലയ്ക്ക് ടോബി മഗ്വയറിന്റെ സ്പൈഡർമാനോട് ഒരു ഇഷ്ടമുണ്ട്. ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാനോടും ഇഷ്ടമാണ്, ആരോടും വെറുപ്പൊന്നുമില്ല. പക്ഷെ ഫേവറേറ്റ് സ്പൈഡർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ടോം ഹോളണ്ടിന്റെ പേര് പറയും. ടോം ഹോളണ്ടിനെ സ്പൈഡർമാന്റെ വേഷത്തിൽ കാണുമ്പോൾ ആ കോമിക്സിലൊക്കെ പറയുന്ന പോലെ ഒരു കിഡ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി നൈബർഹുഡ് ടച്ച് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 3 സിനിമകളിലായിട്ട് ഈ സ്പൈഡർമാന്റെ ആർക്കൊക്കെ കാണിച്ചിരിക്കുന്ന കാരണം ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേത് രണ്ടിനോടും ദേഷ്യം ഉണ്ട് എന്നല്ല പറഞ്ഞത്. എന്നാലും ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട 2 സ്പൈഡർമാൻ സിനിമകളെ പറ്റിയാണ്. പക്ഷെ അതിൽ ഇവർ 3 പേരും അല്ല അഭിനയിച്ചിരിക്കുന്നത്. സ്പൈഡർമാന്റെ അനിമേറ്റഡ് ആയിട്ടുള്ള 2 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. സ്പൈഡർമാൻ ഇൻടു ദ സ്പൈഡർ വേഴ്സും സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർ വേഴ്സും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ സിനിമകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ 2ന്റെ പേര് പറയാം. ഇനി അതിൽ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ാമത്തെ സിനിമയായിട്ടുള്ള സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർ വേഴ്സ് ആയിരിക്കും പറയുക. അതിന് കാരണങ്ങളുണ്ട്. നമ്മൾ ഭാവനയിൽ ഒരു കഥ പറയുമ്പോൾ അതിന് നമുക്ക് ഒരു ലിമിറ്റ് ഇല്ല. നമ്മുടെ ചിന്തകൾ ഏത് വഴിക്ക് വേണമെങ്കിൽ പോവാം. പക്ഷെ അതൊരു സിനിമയായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. എത്രത്തോളം VFXന്റെ സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു അനിമേറ്റഡ് സീരീസിൽ ആ പ്രശ്നമില്ല. നമ്മൾ എന്ത് മനസ്സിൽ കാണുന്നോ അത് അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഈ 2 സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ട്, വളരെ എഫക്റ്റീവായിട്ടാണ്. അത് നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ അതിന്റെ മേക്കേഴ്സിന് ആബ്സല്യൂട്ട്ലി 100% സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമകളുടെ പ്രത്യേകത. മൈൽസ് മൊറാലസ് എന്ന് പറഞ്ഞ സ്പൈഡർമാൻ ആണ് ഈ സിനിമകളിലെ സ്പൈഡർമാൻ. അതായത് സാധാരണ സ്പൈഡർമാൻ ആരാണ്? പീറ്റർ പാർക്കർ ആണ്. അതൊരു വൈറ്റ് ബോയ് ആയിരിക്കും അമേരിക്കയിലെ. ഇത് അങ്ങനെയല്ല, ഇതൊരു നീഗ്രോ കിഡാണ്. പേരും വ്യത്യാസമുണ്ട്. മൈൽസ് മൊറാലസ് എന്നാണ്. ആദ്യത്തെ സിനിമയിൽ മൈൽസ് മൊറാലസിന്റെ ഒറിജിൻ സ്റ്റോറിയും 2ാമത്തെ സിനിമയിൽ ആ ക്യാരക്ടറിന്റെ ഒരു ആർക്കുമാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ തന്നെ MCUവിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആ മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റും വളരെ ഭംഗിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ചുമ്മാ അങ്ങനെ കാട്ടിക്കൂട്ടാൻ വേണ്ടി ചെയ്തിരിക്കുന്നതല്ല. കൃത്യമായ ലോജിക്ക് ഉണ്ട്, കൃത്യമായ ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ഓരോ ക്യാരക്ടറിനും അവർക്ക് കൃത്യമായിട്ടൊരു ക്യാരക്ടർ ആർക്ക് ഉണ്ട്. നല്ല കിടിലൻ വേറെ ലെവൽ പൊളി ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. നമുക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. തിയേറ്ററിലാണ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കോരിത്തരിച്ച് രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ലെവൽ ഡയലോഗ്സും അതിന്റെ മ്യൂസിക് പ്രത്യേകിച്ച് ഈ 2 സിനിമകളുടെയും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് വേറെ ലെവൽ പൊളിയാണ്. നമ്മൾ എഴുന്നേറ്റ് ഇത് ചെയർ ചെയ്ത് പോവും. അത്രയും ഭംഗിയിലാണ് ഇതിന്റെ സ്ക്രിപ്റ്റും മ്യൂസിക്കൊക്കെ വർക്കായിരിക്കണത്. ഈവൻ നിങ്ങൾ തിയേറ്ററിലല്ല, നിങ്ങളൊരു നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു സെറ്റപ്പിലാണ് ഇരുന്ന് കാണണമെങ്കിൽ പോലും രോമാഞ്ചം വരുന്ന രീതിയിലാണ് ഇതിന്റെ കഥയും ഇതിന്റെ ഡയലോഗുകളും എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് സ്പൈഡർമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇഷ്ടമാണെങ്കിൽ, അത് ആ ക്യാരക്ടറിന്റെ സിനിമകൾ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഈ അനിമേറ്റഡ് സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഇതിനൊന്ന് തലവെച്ച് നോക്കുക. മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്തായാലും MCUവിനെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ച് ഈ സിനിമകളൊന്ന് കണ്ടു നോക്കുക. കണ്ടവര് അവരുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം, എന്താണ് ഈ സിനിമകളെ പറ്റി എന്നുള്ളത്. ഒരിക്കലും നിരാശപ്പെടില്ല. ഒരു സിനിമാ പ്രേമി എന്ന നിലയിലും ഒരു സൂപ്പർ ഹീറോ മൂവി ഫാൻ എന്ന നിലയിലും നിങ്ങൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകളായിരിക്കും ഈ സ്പൈഡർമാന്റെ അനിമേറ്റഡ് സിനിമകൾ 2 ഇതുവരെ ഇറങ്ങിയ എല്ലാ സ്പൈഡർമാൻ സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ 2 സിനിമകളുടെ പേരാണ് പറയുക. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ 2 സിനിമകളാണ്. അതായത് ശരിക്കും സ്പൈഡർമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, അതിൻ്റെ ഒരു ആത്മാവ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്ന സിനിമകളാണ് ഈ 2 സിനിമകളും. ഇത് 2ഉം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവർ, ഇതുവരെ കാണാത്തവര് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതിന്റെ 3ാം ഭാഗം വരുന്നുണ്ട്. ഇതിന്റെ 2ാം ഭാഗം അവസാനിപ്പിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് 3ാം ഭാഗം വരുന്നുണ്ട് എന്നുള്ളത്. അത് ഓൾറെഡി ഈ കൊല്ലം വരേണ്ടതായിരുന്നു. പക്ഷെ വർക്ക് കഴിയാത്ത കാരണം പോസ്റ്റ്പോൺ ചെയ്തേക്കാണ്. പുതിയ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ 2 സിനിമകൾ കാണാത്തവരുണ്ടെങ്കിൽ
അത് കണ്ടു കഴിഞ്ഞാൽ മൂന്നാമത്തെ സിനിമ തിയേറ്ററിൽ നിങ്ങൾക്കൊരു കിടലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ഈ സിനിമയുടെ സ്പോയിലർ സെക്ഷനിലേക്ക് കടന്നിട്ടില്ല, ഒരുപാട് പറയാനുണ്ട് ഈ സിനിമകളെ പറ്റി. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുക. അടുത്ത സിനിമയുടെ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരാം, കാണാം.